നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പുതിയ താരിഫ് വർധനവുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. ഈ നീക്കം അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നേരത്തെ ചുമത്തിയ 25% തീരുവയ്ക്കു പുറമെയാണ് ഈ അധിക തീരുവ. ഇതോടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള ആകെ തീരുവ 50% ഉയർന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. യുദ്ധത്തിന് റഷ്യ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ വരുമാനമാണെന്ന് ട്രംപിന്റെ വാദം. ആലപ്പുഴയിൽ കാണാതായ 3 സ്ത്രീകളുടെ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ CM സെബാസ്റ്റ്യന്റെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി. ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. 2.3 മീറ്റർ ആഴത്തിൽ കുഴിച്ചെങ്കിലും സംശയകരമായ ഒന്നും കണ്ടെത്താനായില്ല. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് റോസമ്മയുടെ കോഴി ഫാമിലും പരിശോധന നടത്തി. അതേസമയം സെബാസ്റ്റ്യന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു വാച്ചിന്റെ ഡയൽ കണ്ടെത്തി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. ശക്തമായ മഴയ്ക്കും ഡാമുകളിലെ ജലനിരപ്പ് ഉയരാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. ഡിജിറ്റൽ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരുങ്ങുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഇതിനായി ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ച ഫണ്ടുകൾ സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് അന്വേഷണത്തിന് വഴിവെച്ചത്. വൈസ് ചാൻസലറുടെ മറുപടി മോടി പിടിപ്പിക്കാൻ 55 ലക്ഷം രൂപ ചെലവഴിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഡിറ്റിംഗ് വിധേയമാക്കും. 8 വർഷം മുമ്പ് സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ കൊലപ്പെടുത്തിയ സഹോദരനെ പോലീസ് ഉദ്യോഗസ്ഥനായ മറ്റൊരു സഹോദരൻ കൊലപ്പെടുത്തി. പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച അജയ് തോമർ പരോളിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്. 7 വർഷം മുൻപ് പിതാവ് കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യാനാണ് പോലീസ് ഉദ്യോഗസ്ഥനായ ബാനു തോമർ ഈ കൃത്യം ചെയ്തത്. ഒരു 17-കാരിയായ പെൺകുട്ടിയുടെയും ഒരു വാടക കൊലയാളിയുടെയും സഹായത്തോടെയാണ് ബാനു കൊലപാതകം നടത്തിയത്. പത്തനംതിട്ടയിൽ 72 വയസ്സുകാരിയായ ഉഷ ജോർജിന്റെ 3.5 പവൻ സ്വർണമാല കവർന്ന കേസിൽ 3 പേർ അറസ്റ്റിലായി. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് പട്ടാപ്പകൽ മോഷണം നടത്തിയത്. മുഖ്യപ്രതിയായ റാണി സ്വദേശി ബിനു തോമസ്, മോഷണ വസ്തു വിൽക്കാൻ സഹായിച്ച കുലശേഖരപേട്ട സ്വദേശി മുഹമ്മദ്, അടൂർ സ്വദേശി സജി എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് CCTV ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് പ്രതികളിലേക്ക് എത്തിയത്. കേസിലെ 2ാം പ്രതിയായ കൊടുമൺ സ്വദേശി ബിനീഷിനെ ഇനിയും പിടികൂടാനുണ്ട്. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുതിയ ഇമെയിൽ അലർട്ട് സംവിധാനം ആരംഭിച്ചു. ഈ സംവിധാനം വഴി രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ സംഘടനകൾക്കും UPSCയുടെ റിക്രൂട്ട്മെന്റ് അറിയിപ്പുകൾ ഇമെയിലിൽ നേരിട്ട് ലഭിക്കും. പുതിയ സംവിധാനത്തിലൂടെ കൂടുതൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട്മെന്റിലേക്ക് ആകർഷിക്കുക എന്നതാണ് UPSC ലക്ഷ്യമിടുന്നത്. തൃശൂരിൽ പോക്സോ കേസിൽ 64 വയസ്സുള്ള ഉമ്മർ എന്നയാൾക്ക് 14 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ. സ്കൂളിലേക്ക് പോവുകയായിരുന്ന പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും ലൈംഗികമായി അതിക്രമിക്കുകയും ചെയ്തതിനാണ് ശിക്ഷ ലഭിച്ചത്. സഹപാഠികൾ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടി കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുന്നംകുളം പോക്സോ കോടതി ജഡ്ജ് S ലിഷയാണ് ശിക്ഷ വിധിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.